സ്പീക്കർ എൻ ഷംസീറിനെതിരെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സ്പീക്കർ RSSനെ ന്യായീകരിച്ചത് ശരിയായില്ല എന്ന് ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. ADGPയെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നും സ്പീക്കറുടെ പ്രസ്താവന ഇടതുമുന്നണി നയങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചിറ്റയം ഗോപകുമാർ. നിയമസഭാ സ്പീക്കർ അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. BJP RSS വലിയ സംഘടന എന്ന സ്പീക്കറുടെ അഭിപ്രായം തികച്ചും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പൂർണ്ണമായിട്ടും ഞാൻ അതിനെ എതിർക്കുന്നു. ഒരു കാരണവശാലും സ്പീക്കർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആ മതേതരത്തിനും മതസൗഹാർദ്ദത്തിനും എതിരായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ആ പ്രസ്ഥാനത്തെ പുകഴ്ത്തി പറയാൻ ഒരിക്കലും സ്പീക്കറെ പോലെ ഉന്നത പദവിയിലിരിക്കുന്ന ആൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഹ ബിനോയ് വിശ്വം വളരെ വ്യക്തമായി അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. VS ഗോകുൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, സ്പീക്കറുടെ റൂളിങ്ങിനോട് താല്പര്യമില്ലേ ഡെപ്യൂട്ടി സ്പീക്കർക്ക്? സ്പീക്കറുടെ പരാമർശത്തെ പൂർണ്ണമായും തള്ളുന്നതാണ് ഡെപ്യൂട്ടി സ്പീക്കറുടെ പരാമർശം. അദ്ദേഹം CPIയുടെ ആ വിഷയത്തിലുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ അടിവരയിട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. സ്പീക്കറുടെ ഈ പരാമർശം RSSനെ ന്യായീകരിക്കുന്ന പരാമർശം ശരിയല്ല എന്ന് ചിറ്റയം ഗോപകുമാർ എടുത്ത് പറയുന്നുണ്ട്. ഈ നിലപാടിനോട് തനിക്ക് യോജിപ്പില്ല. ADGPയെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നും ചിറ്റയം ഗോപകുമാർ പറയുന്നു. സ്പീക്കറുടെ പ്രസ്താവന ഇത് ഇടതുമുന്നണി നയങ്ങൾക്ക് തന്നെ വിരുദ്ധമാണെന്നാണ് ചിറ്റയം ഗോപകുമാർ പറഞ്ഞു വെക്കുന്നത്. ആ കാര്യത്തിൽ CPIയുടെ നിലപാട് വീണ്ടും ചിറ്റയം ഗോപകുമാർ ഉയർത്തിക്കാട്ടുകയാണ്. സ്വാഭാവികമായും സ്പീക്കർ പറഞ്ഞതിന് വിരുദ്ധമായി അല്ലെങ്കിൽ അതിനെ രൂക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് ചിറ്റയം ഗോപകുമാറിന്റെ പരാമർശം ഇന്ന് വന്നിട്ടുള്ളത്. ശരി.